ഹലോ മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് റെസിപ്പി എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവോള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇതൊരു സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. സവോള നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിന്ന് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത അടുപ്പിൽ പുട്ട് ഇവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുട്ടിന് മാവ് കുഴക്കുന്നത് ലെയറായിട്ടല്ല നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പുട്ടിൻ്റെ പൊടിയിലേക്ക് തന്നെ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ടും മുട്ടക്കറിയും നമുക്കൊന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നിന്ന് വാടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് സവോള വഴറ്റുമ്പം നന്നായിട്ട് വേഗത്തിൽ വഴണ്ടു വരുമെന്നാണ് ഐതിഹ്യമല്ല, സത്യം തന്നെയാണ്. നമ്മളും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ തക്കാളി, പച്ചമുളക്, സവോള ഇതെല്ലാം എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ സവോള, പച്ചമുളക്, തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി കൂട്ടി അരച്ചിട്ടുള്ള അരപ്പാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ സവോളയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിനി വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ കറി നമ്മൾ തിളക്കാൻ പാടില്ല. കറിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കറി തിളക്കാൻ പാടില്ല. തിളച്ചാൽ ഇതിങ്ങനെ പിരിഞ്ഞ് പോകുന്ന ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് തിളക്കാൻ പാടില്ല. തിളക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരപ്പിൻ്റെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ കറി ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് കറി ചൂടായി അതിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 മുട്ട 4ആയി കട്ട് ചെയ്തതാണ്. മുട്ട ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ പുട്ടും ആവി വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ ഇത് കഴിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.